നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു നഗരമായി കണക്കാക്കാം. കാരണം കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ കേരളത്തിന് ഒരു സ്വഭാവമാണുള്ളത്. അടിസ്ഥാനപരമായി ചില വനപ്രദേശം ഒഴിച്ചാൽ കേരളം ഒരു നഗരം പോലെ രൂപപ്പെട്ടിരിക്കുന്നു. 3.5 കോടി ജനങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക രംഗത്തും മികവുറ്റവരാണ്. പലയിടങ്ങളിലും കേരളം ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് കേരളത്തിന്റെ മാത്രം പ്രത്യേകത കൊണ്ടാണ്. ഇവിടെ ഇല്ലാത്തത് ഇൻഫ്രാസ്ട്രക്ചറാണ്. നല്ല റോഡോ നല്ല റെയിൽ കോറിഡോറോ നമുക്കില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡുണ്ടെങ്കിലും അത് 2 വരിയായിരുന്നു ഇത്രയും കാൽ. ഇപ്പോഴാണ് 4ഉം 6ഉം വരിയായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ ഭാഗത്ത് പണി പൂർത്തിയായി, ഇനിയും പൂർത്തിയാകാൻ ബാക്കിയുണ്ട്. ട്രെയിനിന്റെ കാര്യവും അങ്ങനെ തന്നെ. ഈ അടുത്ത കാലത്താണ് ഇരട്ട ലൈൻ പൂർത്തിയായത്. വാസ്തവത്തിൽ നാട് വളരണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി ആവശ്യമായിരിക്കുന്നത് മികവുറ്റ റോഡുകളും നല്ല റെയിൽ കണക്ഷനുമാണ്. ഇത് കേരളത്തിനില്ല എന്നത് സങ്കടകരമാണ്. വീതി കുറഞ്ഞ സംസ്ഥാനം എന്ന നിലയിൽ നല്ല ഒരു റോഡും നല്ല ഒരു റെയിൽ ലൈനും ഉണ്ടെങ്കിൽ കേരളം രക്ഷപ്പെടും. റോഡിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്, മോദി ഉള്ളതുകൊണ്ട്. റെയിൽവേ ലൈനിന്റെ കാര്യത്തിൽ ഇതുവരെ കൃത്യമായൊരു തീരുമാനമില്ല. കേരളത്തിന് ഒരു അതിവേഗ റെയിൽ ലൈൻ വേണം എന്ന ആവശ്യത്തിന് ഒരുപാട് കാലത്തെ ആയുസ്സുണ്ട്. അത് കാര്യമായി ഉയർത്തിയത് പിണറായി വിജയനായിരുന്നു. കെയറെയിലിന്റെ കീഴിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി രംഗത്ത് വന്നു. എന്നാൽ കേരളീയ സമൂഹം ഒരുപോലെ സിൽവർ ലൈനിനെ എതിർത്തു. അതിന് 3 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത്, സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് സർക്കാരിന് കൃത്യമായ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. വേണ്ട DPR പഠനം പോലും നടത്തിയില്ല. പെട്ടെന്ന് കമ്മീഷൻ കൈപ്പറ്റാൻ, വേണ്ടപ്പെട്ടവർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കാൻ, വിദേശത്ത് നിന്ന് വായ്പ എടുക്കുന്നതിന് കമ്മീഷൻ കൈപ്പറ്റാൻ, നിലവിൽ ലഭ്യമായ സാഹചര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് തട്ടിക്കുട്ടിയുണ്ടാക്കിയ ഒരു DPRൽ എത്ര രൂപ കൃത്യമായി മുടക്കാവും എന്ന് പോലും പരിശോധിക്കാതെ ചാടിയിറങ്ങി. ഏതാണ്ട് 1.5-2 ലക്ഷം കോടി മുടക്ക് വരുന്ന പദ്ധതിക്ക് 66,000 കോടി മാത്രമേ മുടക്കുള്ളൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു. ഈ 1.5 ലക്ഷം കോടി താങ്ങാനുള്ള ശേഷി ഈ നാടിന് ഇല്ലാത്തത് കൊണ്ട് അത് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറും എന്ന ആശങ്ക രൂപപ്പെട്ടു. രണ്ടാമത്തേത് പാരിസ്ഥിതിക ആഘാതമായിരുന്നു. കേരളത്തെ 2ആയി കീറി മുറിച്ചുകൊണ്ട് ഇരുവശവും മതില് പോലെ കെട്ടി അതിന് നടുവിലൂടെ വേലിയിട്ട് റെയിൽവേ ലൈൻ കൊണ്ടുവരാനായിരുന്നു പദ്ധതി. കേരളത്തിനെ പാരിസ്ഥിതികമായി തകർക്കും എന്ന് അറിവുള്ളവർ പറഞ്ഞു. ഇങ്ങനെ കേരളത്തെ കീറി മുറിച്ച് മതിൽ കെട്ടി വേർതിരിച്ചാൽ ഏറെ വൈകാതെ കേരളം വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്ന് ആശങ്കപ്പെട്ടവർ ഏറെയാണ്. മൂന്നാമത്തേത് സാമൂഹ്യ പ്രത്യാഘാതമായിരുന്നു. 20,000 പേരെ നേരിട്ടും ആയിരക്കണക്കിന് ആളുകളെ അല്ലാതെ ഈ ബഫർ സോൺ എന്ന നിലയിലും ഈ പദ്ധതി ബാധിക്കുമെന്നും അവരെ പുനരധിവസിപ്പിക്കാൻ ഒരു പദ്ധതിയും സർക്കാരിനില്ല എന്നതും ഞെട്ടിക്കുന്നതായിരുന്നു. പദ്ധതിയിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മഞ്ഞക്കുറ്റിയിട്ട് ആളുകളെ ഇറക്കിവിടാൻ തുടങ്ങിയതോടെ ജനരോഷം ശക്തമായി. അങ്ങനെ ഒടുവിൽ മഞ്ഞക്കുറ്റി പറിച്ചു കളഞ്ഞ് പദ്ധതി അവസാനിപ്പിച്ചു. ബദൽ നിർദ്ദേശങ്ങളൊന്നും സർക്കാർ കൊണ്ടുവന്നില്ല. അതിനിടയിൽ കഴിഞ്ഞ ദിവസം നാടകീയമായി മെട്രോമാൻ ശ്രീധരൻ രംഗത്ത് വരുന്നു. ശ്രീധരൻ പറയുന്നു, താൻ ഡൽഹിയിൽ പോയി റെയിൽവേ മന്ത്രിയെ കണ്ടു. കേരളത്തിന് വേണ്ടി ഒരു സെമി ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർ അനുവദിച്ചിരിക്കുന്നുവെന്ന്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ആയിരിക്കും ആ ലൈനെന്നും 200 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ പായുമെന്നും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എത്താൻ 3.5 മണിക്കൂർ വേണ്ടിവരുമെന്നും വരുന്ന 5 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നും ശ്രീധരൻ പ്രഖ്യാപിക്കുന്നു. വാസ്തവത്തിൽ ശ്രീധരന്റെ പ്രഖ്യാപനം കേരള സർക്കാരിനെ മാത്രമല്ല, CPM-നെ മാത്രമല്ല, BJP പോലും ഞെട്ടിച്ചു. കാരണം കേരളത്തിലെ BJPക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇങ്ങനൊരു പദ്ധതി പ്രഖ്യാപിച്ചില്ല. പക്ഷെ ശ്രീധരൻ പറഞ്ഞു, ഈ പദ്ധതിക്ക് അനുമതി കിട്ടി, തന്നോട് DPR തയ്യാറാക്കാൻ പറഞ്ഞു. ഡൽഹി മെട്രോ കോർപ്പറേഷൻ ആയിരിക്കും പദ്ധതി നടപ്പിലാക്കുന്നത്, താനായിരിക്കും മേൽനോട്ടം വഹിക്കുന്നത്. സമാനമായ പദ്ധതിക്ക് 2 DPR നേരത്തെ തയ്യാറാക്കിയതുകൊണ്ട് ഏറെ വൈകാതെ DPR റെഡിയാവും. ഈ പദ്ധതിക്ക് താൻ ഓഫീസ് തുറക്കുന്നുവെന്ന് പലരും ഞെട്ടിപ്പോയി. എങ്ങനെ ഇതിനെ എതിർക്കും? ഏതാണ്ട് 1 ലക്ഷം കോടിയിൽ കേരളത്തിന് യാതൊരു പാരിസ്ഥിതിക സാമ്പത്തികാഘാതവും ഉണ്ടാക്കാതെ ഒരു 1-ാം തരം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെ എതിർക്കാൻ കഴിയും? ഈ പദ്ധതി അനുസരിച്ച് 70% ഭാഗവും തൂണുകളിൽ മേലാണ്, 20% തുരങ്കത്തിലും. എന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നത് കേവലം 10% മാത്രം. അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥലത്തെ ജനങ്ങളുടെ എതിർപ്പ് കുറവായിരിക്കും. ഇത്രയും വലിയൊരു പദ്ധതിയുടെ ചെലവ് 1 ലക്ഷം കോടി ആയതുകൊണ്ട് അതിൽ 40% പണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും 60% പണം വായ്പയും എന്ന തരത്തിലേക്ക് കൊണ്ടുവന്നു. അതോടുകൂടി സാമ്പത്തിക പ്രത്യാഘാതവും കുറവായിരിക്കും. കേരളത്തെ 2ആയി മതിൽ കെട്ടി തിരിക്കാത്ത തരത്തിൽ തുരങ്കങ്ങളിലൂടെയും മേൽപ്പാലങ്ങളിലൂടെയും പോകുന്നതുകൊണ്ട് പാരിസ്ഥിതിക ആഘാതവുമില്ല. പ്രതിപക്ഷം കൈയടിച്ച് സ്വീകരിച്ചു. BJP സംസ്ഥാന നേതൃത്വം നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അത് തങ്ങൾക്ക് ഗുണമുണ്ടാവുമല്ലോ എന്ന് കരുതി. CPM ആകെ വെട്ടിലായിപ്പോയി.
ഒന്ന്, ഈ വികസന പദ്ധതിയുടെ ഗുണം CPM-ന് കിട്ടില്ല. 2, അതിന്റെ പേരിൽ കിട്ടാനുള്ള കോടിക്കണക്കിന് കമ്മീഷനും അവർക്ക് ലഭിക്കില്ല. ഏത് പദ്ധതി കൊണ്ടുവന്നാലും കമ്മീഷൻ വേണം എന്ന് നിർബന്ധമുള്ള പിണറായി വിജയൻ ഉടനടി പുതിയൊരു പദ്ധതിയുമായി രംഗത്ത് വന്നു. ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത ഒരു പദ്ധതി ഈ ബജറ്റിലാണ് പ്രഖ്യാപിച്ചത്. RRTS അല്ലെങ്കിൽ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന പദ്ധതിയാണ് ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അതിന്റെ പ്രാഥമിക പഠനത്തിന് വേണ്ടി 100 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിരവധി സ്റ്റേഷനുകളിലൂടെ പുതിയ ലൈൻ എന്നതാണ് പദ്ധതി. എന്നാൽ ഇത് പ്രായോഗികമല്ല എന്ന് വിദഗ്ധർ പറയുന്നു. ഇത് ചെറുനഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്, ഹൈസ്പീഡ് ട്രെയിൻ ഓടുന്ന പദ്ധതിയല്ല. ആകപ്പാടെ രാജ്യത്ത് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് ഡൽഹി മീററ്റ് എന്ന ഒരു റൂട്ടിൽ മാത്രമാണ്. ഇത് പിണറായി പണം തട്ടാൻ വേണ്ടിയും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയും പ്രഖ്യാപിച്ചതാണ്. അത് നടക്കില്ല എന്നാണ് ശ്രീധരനും പറയുന്നത്. ശ്രീധരൻ പണ്ട് സ്വയം മുഖ്യമന്ത്രിയായ ആളല്ലേ, അതുകൊണ്ട് ഇത് നടപ്പിലാക്കട്ടെ എന്ന് പറഞ്ഞ് പരിഹസിച്ച് ഗോവിന്ദനെ പോലുള്ളവർ രംഗത്ത് വന്നത് വെറുതെയല്ല. അതിനിടയിലാണ് കേന്ദ്ര ബജറ്റ് വരുന്നത്. 7 റെയിൽവേ കോറിഡോറുകൾ പ്രഖ്യാപിച്ചു. അതിൽ കേരളം ഉൾപ്പെടാതെ വന്നതോടെ ശ്രീധരനെ ട്രോളാൻ ആളുകൾ കൂടി. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കും, വാരണാസിയിൽ നിന്ന് സിലിഗുരുവിലേക്കും, മുംബൈയിൽ നിന്ന് പൂനെയിലേക്കും, പൂനെയിൽ നിന്ന് ഹൈദരാബാദിലേക്കും, ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും, ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുമാണ് 7 പദ്ധതികൾ. അതിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീധരന്റെ പ്രപ്പോസലിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ല എന്നാണ് ഇവരുടെ പറച്ചിൽ. എന്നാൽ ശ്രീധരൻ പറയുന്നു ഇത് ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് താൻ കണക്ക് കൂട്ടിയേയില്ല, തനിക്കൊരു ആശങ്കയുമില്ല. അത് ഹൈസ്പീഡ് ട്രെയിനാണ്, ഇത് സെമി സ്പീഡ് ട്രെയിനാണ്. ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതിയിൽ കേരളം ഉൾപ്പെടാത്തത് കൊണ്ട് ഇതെങ്ങനെ ഉൾപ്പെടും? ഇത് കൃത്യമായി തനിക്ക് അനുമതി നൽകിയതാണ്. താൻ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കും, 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ശ്രീധരനുണ്ട് എന്ന് വ്യക്തമാണ്. അല്ലാതെ ശ്രീധരൻ ഇങ്ങനെ ചാടിയിറങ്ങില്ല. പിണറായി വിജയൻ സിൽവർ ലൈനിന് ബദലായി കൊണ്ടുവന്ന പണം അടിച്ചു മാറ്റാനുള്ള റാപ്പിഡ് സിസ്റ്റവും കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ വേഗത കൂടും വന്ധ്യവയോധികനായ ഈ ശ്രീധരനിലൂടെ. തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരേക്ക് 3.5 മണിക്കൂർ കൊണ്ട് പോവാൻ, തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്ക് 1.25 മണിക്കൂർ കൊണ്ട് പോവാൻ കഴിയുന്ന കാലം വിദൂരമല്ല എന്ന് സ്വപ്നം കാണാം.